ഉളുപ്പുണ്ടോ എന്ന് മാത്രമേ നമുക്ക് ചോദിക്കാനുള്ളൂ. ഉളുപ്പുണ്ടോ എന്ന്. എന്താണെന്നറിയാമോ? എന്നിട്ട് രാഹുൽ ഞങ്ങൾക്ക് നിങ്ങളോടാണ് ചോദിക്കേണ്ടത് ഉളുപ്പുണ്ടോ എന്ന്. ഉളുപ്പുണ്ടോ മാധ്യമങ്ങളെ? വേറെ ഒരു ന്യൂസും ഇല്ലല്ലോ അല്ലേ? ഇപ്പോൾ ഒറ്റ ന്യൂസില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇഷ്യൂ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒരു ചെറുപ്പക്കാരൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ പൂർണ്ണമായിട്ട് തെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാര്യം മാത്രമല്ല, വേറെയും തെറ്റുകളുണ്ടെന്ന് കേൾക്കുന്നുണ്ടെന്ന് നമുക്കറിയില്ല. തെറ്റ് ചെയ്തിട്ടുണ്ട്, ഓക്കെ, തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം. പക്ഷേ അതിജീവിത എന്ന് പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകുന്ന എന്തിനാണെന്ന് നമ്മൾക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇന്നലെ എഫ് ഐ ആറിൽ കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ് കംപ്ലൈൻറ്റുകൾ ഉണ്ട് അതിനെക്കുറിച്ച് നമുക്ക് രാഹുലിന് അതിനെ ഡിഫെൻസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങളുണ്ടോ. എനിക്ക് നമുക്ക് ചെറിയൊരു അറിവുണ്ടാവുമല്ലോ, ആ അറിവ് വെച്ചിട്ട് നമുക്ക് തോന്നുന്നത്. ഒന്നാമത്തെ ബലാത്സംഗം ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് അവിടെയും അവിടെ എങ്ങനെയും പോയി 10 പ്രാവശ്യം ബലാത്സംഗം ചെയ്യാണ്. ആദ്യം 1 പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം ചെയ്യുമ്പോഴും അറിഞ്ഞില്ല, 4 പ്രാവശ്യം ചെയ്യുമ്പോഴും ബലാത്സംഗം ചെയ്താണെന്ന് അറിഞ്ഞില്ല. അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ബലാത്സംഗം. ഓക്കെ, അതൊന്ന്. അതായത് FIRൽ അങ്ങനെയല്ലേ എഴുതാൻ പറ്റുള്ളൂ എന്ന് അവർ ചോദിക്കുകയായിരിക്കും, അതുകൊണ്ടാണല്ലോ എഴുതുന്നത്. പിന്നെ വീട്ടിൽ അതിക്രമിച്ച് കയറിയിട്ട് ബലാത്സംഗം ചെയ്യലും ദേഹോപദ്രവം ഏൽപ്പിക്കലും, വീട്ടിൽ അതിക്രമിച്ച് കയറിയിട്ട് അത് കിടക്കണു. പിന്നെ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി, അത് മനസ്സിലായി, അബോർഷൻ നിർബന്ധിച്ചിട്ട് നടത്തി. പിന്നെ ഗർഭിണിയാകും എന്ന അറിവോടെ ബലാത്സംഗം ചെയ്തു. അങ്ങനെ ബലാത്സംഗങ്ങൾ അങ്ങനെ ഒരുപാട് നിരന്ന് കിടക്കുകയാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന് തിരിച്ച് മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വന്നിട്ട് പറയുന്നുണ്ട്, നമുക്ക് പിന്നെ ഫേസ്ബുക്കിലൂടെ ഇങ്ങോട്ട് പരിചയപ്പെട്ടിട്ട് അത് നമ്മൾക്ക് എന്തോ പ്രോബ്ലങ്ങൾ ഉണ്ടായപ്പോൾ, വീട്ടിൽ കുടുംബ പ്രശ്നം ഉണ്ടായപ്പോൾ ഇങ്ങോട്ട് പരിചയപ്പെട്ടിട്ട് ആ പരിചയം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വരെ ആ പരിചയം കൂടുതൽ ഡീപ്പായി അങ്ങനെ പോയി എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ബലാത്സംഗം നിലനിൽക്കുമോ എന്ന് നമുക്ക് ആദ്യം തീരുമാനിക്കാം. ബലാത്സംഗം ഒരിക്കലും നിലനിൽക്കില്ല. കാരണം ആ പെൺകുട്ടി കല്യാണം കഴിഞ്ഞതാണ്. കല്യാണം കഴിഞ്ഞ പെൺകുട്ടി ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞിട്ട് വന്നാൽ ഒരിക്കലും അത് നിലനിൽക്കില്ല. കാരണം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ഒരു നിയമം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് വേടൻ്റെ വിഷയം വിടാം, അത് കല്യാണം കഴിഞ്ഞിട്ടില്ല, എന്നിട്ടും ജാമ്യം കിട്ടി. പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം പിന്നീട് അവർ വഴക്കായപ്പോൾ പിരിഞ്ഞപ്പോൾ വേടനെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തു. വേടന് പക്ഷേ ഇത് വെച്ചിട്ട് വേടന് ജാമ്യം കിട്ടി. അതല്ലാതെ ഇപ്പോൾ സുപ്രീം കോടതിയുടെ കുറച്ച് ദിവസങ്ങൾക്ക് നമുക്ക് 2-3 ഉത്തരവ് കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ 2-3 ന്യൂസുകൾ കണ്ടിട്ടുണ്ട്. അതായത് ഇതിന് മുൻപ് നടന്നവിടെയും കല്യാണം കഴിഞ്ഞൊരു പെണ്ണ് വേറൊരു പയ്യനുമായിട്ട് ചുറ്റാൻ പോയി, കറങ്ങാൻ പോയി, എല്ലാ ഇതും കഴിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ വഴക്കായപ്പോൾ എന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു. സുപ്രീം കോടതി ചുരുട്ടി വലിച്ചെറിഞ്ഞു. ഇനി ഇതുപോലത്തെ കേസുമായിട്ട് മുന്നോട്ട് വരേണ്ട പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതൊരു സ്ഥിരം പല്ലവിയാണ്, സ്ഥിരം ആളുകൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഇത് പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടൽ. അത് പിണങ്ങിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ ബലാത്സംഗം ചെയ്തു എന്ന് പറയാൻ നാണമില്ലേ എന്ന് സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും അത് നിലനിൽക്കുന്നിടത്തോളം കാലം ആണുങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് പേടിക്കാനില്ല. ഇങ്ങനെ ഒരു നിയമം വന്നതുകൊണ്ട് ഇപ്പോൾ കുറച്ച് പേടിക്കാനില്ല ആണുങ്ങൾക്ക്. പിന്നെ ഇത് നിലനിൽക്കുകയല്ല. കാരണം ഒന്നാമത് കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, ഡിവേഴ്സ് ആയിട്ടില്ല. ഡിവേഴ്സ് ആവാത്ത ഒരാളിനെ ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കറിയില്ലേ, അപ്പോൾ പരസ്പര സമ്മതത്തോടെയാണെന്ന് അത് അർത്ഥമായില്ലേ. അപ്പോൾ അതുകൊണ്ട് അത് നിലനിൽക്കില്ല. പിന്നെ വീട് കയറി അതിക്രമിച്ച് ബലാത്സംഗം ചെയ്തു, ദേഹോപദ്രവം ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതിന് എത്രത്തോളം തെളിവുകളുണ്ട്, എത്രത്തോളം ഇതുണ്ടെന്നും അറിയില്ല. അതിന് തെളിവുകളുണ്ടോ ഇതൊക്കെ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതൊക്കെ പത്രത്തിലും മാധ്യമത്തിലും വെറുതെ ചുമ്മാ അങ്ങോട്ട് തള്ളിക്കയറ്റി വിടുകയാണ്. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇതൊക്കെ പത്രമാധ്യമങ്ങളിൽ നമുക്ക് എന്തെങ്കിലും പറയണ്ടേ, എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഇടുകയാണ്. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതൊന്നൊക്കെ. പിന്നെ മൂന്നാമത് പറയണത് നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്നാണ് അത് പറയുന്നത്. അതിന് നമുക്ക് ജീവപര്യന്തം കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, നമുക്കറിയില്ല. പക്ഷേ അങ്ങനെയും സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇതിലെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ച് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചതിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കുമ്പോൾ ഫേസ്ബുക്ക് വഴി ഇങ്ങോട്ട് പരിചയപ്പെട്ട പെൺകുട്ടി അവരുടെ ആ പരിചയപ്പെട്ടതിന് ശേഷം ആ പരിചയം കൂടുതലായിട്ട് ഡീപ്പായി ഇങ്ങനെ ബന്ധത്തിലേർപ്പെട്ടു എന്നാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. പിന്നെ ഗർഭചിത്രം അപ്പോൾ തന്നെ മനസ്സിലാകാനുള്ളൂ, ചോദിക്കും. അപ്പോൾ പെൺകുട്ടി ഇങ്ങോട്ടാണ് പരിചയപ്പെട്ടിരിക്കുന്നത് അല്ലേ. പിന്നെ
ഈ പെൺകുട്ടിക്ക് നമുക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത്, ഈ പെൺകുട്ടിക്ക് ഇതൊക്കെ റെക്കോർഡ് ചെയ്തില്ലേ? ഇതെല്ലാം റെക്കോർഡ് ചെയ്യണമല്ലേ? എല്ലാം റെക്കോർഡ് ചെയ്യണം. അപ്പോൾ പെൺകുട്ടിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു സംശയദൃഷ്ടിയോടെ കാണുന്നതെങ്കിൽ പിന്നെ അതുകൊണ്ടാണല്ലോ റെക്കോർഡ് ചെയ്തത്. റെക്കോർഡ് എന്ന സംഭവം, ഓഡിയോ മെസ്സേജുകൾ നമുക്ക് പോകില്ലെന്ന് കൂട്ടാ. ഈ സംഭവങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ, കോൾ ചെയ്തിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ എന്തിന് റെക്കോർഡ് ചെയ്തു? രാഹുൽ മാങ്കൂട്ടത്തിനെ സംശയദൃഷ്ടിയോടെ കണ്ടതുകൊണ്ട് റെക്കോർഡ് ചെയ്തു. ആ സംശയദൃഷ്ടിയോടെ കണ്ട ആളുടെ കുട്ടിയാണോ ഇവർക്ക് വേണമെന്ന് പറയുന്നത്? പിന്നെ ഈ ബലാത്സംഗം ചെയ്തു നാഴിക്ക് 40 വട്ടം പറയുന്നുണ്ട്. എന്നിട്ടൊരു ഓഡിയോയിൽ പറയുന്നുണ്ട്, കരഞ്ഞിട്ട് ആ കുട്ടിയുടെ ഫ്രണ്ടിനോട് സംസാരിക്കുകയാണ്, എനിക്ക് സങ്കടമാകണോ, അങ്ങനെയാണ് എങ്ങനെയാണ്. അപ്പോൾ ഇതുപോലൊരു ആഭാസൻ എന്ന് നിങ്ങൾ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കുട്ടിനെയാണോ നിങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആണോ? അപ്പോൾ ഇതുപോലൊരു ആഭാസൻ്റെ കുട്ടി എന്തിനാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ. അപ്പോൾ അത് പിന്നെ ആ ഒരു തെളിവൊന്നും കോടതിയിൽ നിൽക്കില്ല. ഇത് റെക്കോർഡ് ചെയ്തത് അങ്ങോട്ട് കോൾ വിളിച്ചിട്ട് റെക്കോർഡ് ചെയ്തതാണ്. അപ്പം മനഃപൂർവ്വം നമുക്ക് വേണമെങ്കിൽ വിളിക്കാമെന്ന് കോടതി പറയും. അത്രയ്ക്ക് പൊട്ടന്മാരല്ല. കാരണം ഇതിൽ ഒരുപാട് ഓഡിയോ റെക്കോർഡ് തെളിവായി കൊടുക്കാമെന്ന് തോന്നുന്നില്ല. നമ്മൾക്കറിയാവുന്ന കാര്യമാണ് കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് ന്യൂസുകൾ കണ്ടതുകൊണ്ടും കുറച്ച് ന്യൂസ് കണ്ടതുകൊണ്ടും ദിലീപിൻ്റെ ഇഷ്യൂവിൽ നമ്മൾക്ക് ദിലീപിൻ്റെ ഇഷ്യൂ ഇത്രയും നീണ്ടുപോകാനുള്ള കാരണങ്ങൾ എന്താണ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ന്യൂസ് കണ്ടിട്ട് മാത്രമാണ്, അല്ലെ നമുക്ക് വേറൊരു പഠിച്ചിട്ട് ഉള്ള അറിവ് കൊണ്ടൊന്നും പറയല്ല. പക്ഷേ ഇങ്ങനെ അതായത് അങ്ങോട്ട് കോൾ വിളിച്ചിട്ട്, ഇപ്പോൾ ഞാനൊരാളോട് എനിക്ക് ആളെ ട്രാപ്പ് ചെയ്യണം പറഞ്ഞാൽ എനിക്കും എൻ്റെ ഫ്രണ്ടിനോടും സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് തമ്മിൽ സംസാരിച്ചിട്ട് ഞാൻ ഇവിടുന്ന് ഭയങ്കര സങ്കടമായിട്ട് സംസാരിക്കാമല്ലോ. അപ്പോൾ അതായത് ഈ കുട്ടി അങ്ങനെ ചെയ്തു എന്നല്ല പറയുന്നത്, പക്ഷെ അങ്ങനെ സംസാരിക്കാമല്ലോ. അപ്പോൾ ഇതൊന്നും തെളിവായിട്ട് ഒരിക്കലും എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പോകും. പിന്നെ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിൽ പറയുന്നത് ഈ കുഞ്ഞ് രാഹുലിനുണ്ടായതാണോ എന്ന് ഡൗട്ടുണ്ട്, അതുകൊണ്ടാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഓക്കെ, ഒരു കാര്യം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ മുൻകൂർ ജാമ്യത്തിൽ പറയുന്നത് ആ കുഞ്ഞ് എനിക്കുണ്ടായതാണെന്ന് ഡൗട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ അല്ല എന്ന് പറയുന്നത്. അതും കോടതി ശരിവെക്കാനാണ് സാധ്യത. കാരണം ഇവർ ഡിവേഴ്സ് അല്ലാത്തത് കൊണ്ട് അവരിപ്പോഴും കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് താമസിക്കുന്ന, അല്ലെങ്കിൽ അവർ ഭാര്യ ഭർത്താക്കന്മാരാണ്. ഹിന്ദു ആക്ട് നിയമപ്രകാരം അവർ കല്യാണം കഴിച്ച് അവർ നിയമപരമായി വേർപെട്ടിട്ടില്ല. അപ്പോൾ പിന്നെ രാഹുലിന് വയ്ക്കാം, രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനത്തെ ഒരു കാര്യം മുന്നോട്ട് വയ്ക്കാം. കാരണം അത് എനിക്കറിയില്ല, എൻ്റെ ആണെന്ന് നിർബന്ധമില്ല, എനിക്കറിയില്ല, അതുകൊണ്ടാണ്. പക്ഷേ അപ്പോൾ എല്ലാവരും ചിന്തിക്കും ആ ഓഡിയോ ഉണ്ടല്ലെന്ന്. ഓഡിയോ ഒന്നും നിലനിൽക്കൽ ചാൻസ് ഇല്ല. കാരണം ഓഡിയോ നമ്മൾക്ക് ഈ മാധ്യമങ്ങളിൽ കാണിച്ച ഓഡിയോ അങ്ങനെ കള്ളത്തരമായിരിക്കും. ഫുൾ എഡിറ്റ് ചെയ്ത് നമ്മൾക്ക് തന്നെ നമ്മുടെ മൊബൈൽ വെച്ചിട്ട് തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന കാലഘട്ടമാണ്, അല്ലേ? അപ്പോൾ പിന്നെ മാധ്യമങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ടാവില്ലെന്നത് നമുക്ക് ഉറപ്പ്. പിന്നെ ഇവർക്ക് കിട്ടിയിട്ട് 4 മാസമായിട്ട് ഇപ്പോഴാണ് ഇവർക്ക് ഈ കാര്യങ്ങൾ കുത്തിപ്പൊക്കി കൊണ്ടുവരാൻ തോന്നിയത്, അല്ലേ? ഇപ്പോഴാണ് ഇവർക്ക് കുത്തിപ്പൊക്കി കൊണ്ടുവരാൻ തോന്നിയത്. അപ്പോൾ പിന്നെ എങ്ങനെ നമ്മൾ മാധ്യമങ്ങളെ വിശ്വസിക്കും? മാധ്യമങ്ങൾ ഇത്രയും കാലം നീട്ടി കൊണ്ടുപോയതല്ലേ ഈ ഒരു കാര്യം വരട്ടെ എന്ന്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനൊരു കാര്യം ചെയ്യാമായിരുന്നു. മാധ്യമങ്ങൾ ഒരുപാട് കാര്യം ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പോൾ ഒന്ന് സമ്മതിക്കാമായിരുന്നു. ഇന്നലെ ഞങ്ങൾ തമ്മിൽ ഫേസ്ബുക്കിൽ പരിചയപ്പെട്ടു, എന്നെ ഇങ്ങോട്ട് പരിചയപ്പെട്ടു, അതിനുശേഷം ഞങ്ങൾ ബന്ധം വളർന്നു, എന്നിട്ട് ഞങ്ങൾ ഈ കാര്യം ചെയ്തു, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഈ നൂലാമാലയും കിണ്ടിയും കുടച്ചക്രവും ഒന്നും ഉണ്ടാവില്ലായിരുന്നു. എന്നിട്ട് കുറച്ച് കാലം ഒന്ന് വിട്ടു നിൽക്കണമായിരുന്നു. പാർട്ടിയായിട്ട് കുറച്ച് കാലം വിട്ടു നിൽക്കണമായിരുന്നു. MLA ഓഫീസിലേക്ക് വരിക, പോവുക, MLA ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലാതെ ഇപ്പോൾ ഇലക്ഷൻ വന്നപ്പോൾ അത് ജയിക്കാൻ വേണ്ടി ഞാൻ കൂടെ നിൽക്കും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ് ഇപ്പോൾ രാഹുലിന് കൂടുതൽ ഇഷ്യൂ ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും പ്രശ്നം വരില്ലായിരുന്നു. പിന്നെ ഇവർ കൊടുത്തിരിക്കുന്ന മറ്റേ FIR വേറൊന്നുണ്ട്, നഗ്ന വീഡിയോ എടുത്തു എന്ന് പറയുന്നുണ്ട്. ഇത് നഗ്ന വീഡിയോ എടുത്തു എന്ന് പറയാനുള്ള കാരണം ചിലപ്പോൾ എന്തായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് വെച്ചാൽ, രാഹുലിൻ്റെ ഫോണ് കസ്റ്റഡിയിൽ വയ്ക്കാൻ ഉറപ്പായിട്ടും പറ്റും. IT ആക്റ്റും കൂടിയുണ്ട്. അതുകൊണ്ട് ഫോൺ അവർക്ക് മേടിക്കാം. ഫോൺ മേടിച്ചാൽ ഈ ഒരുപാട് ആളുകൾ പറയുന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിലെ കോഴിയാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം സത്യമാവാതിരിക്കട്ടെ. സത്യമാണ് എന്ന് വെച്ചാൽ രാഹുലിൻ്റെ ഭാവി കൂമ്പടച്ച് പോകും. കാരണം ഒരു ഫോൺ എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ഡാറ്റാസും അതിലുണ്ടാവും.
ഇത്രയും കാലം ആർക്കൊക്കെ മെസ്സേജ് അയച്ചോ, ടെലിഗ്രാം വഴി അയച്ചോ, ഫോൺ പേ വഴി അയച്ചോ, ഗൂഗിൾ പേ വഴി അയച്ചോ, എല്ലാ മെസ്സേജുകളും കംപ്ലീറ്റ്, അതും മാധ്യമങ്ങളുടെ കയ്യിൽ കിട്ടുകയും കൂടി ചെയ്താൽ, ഇപ്പം ഭരിക്കുന്നത് LDF ഗവൺമെൻറ്റും കൂടി ആയതുകൊണ്ട് ഇനി ജീവിതത്തിൽ അവരിവിടെ ഭരണത്തിൽ വരാതിരിക്കാൻ വേണ്ടി നല്ലൊരു നേതാവിനെ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് പിന്നീട് കയറി വന്നാൽ മുഖ്യമന്ത്രി ആവാൻ വരെ ചാൻസ് ഉള്ള ഒരു ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അത്രയ്ക്കുള്ള കഴിവുള്ള ആളാണ്. അതുകൊണ്ട് അടിച്ചൊതുക്കാൻ വേണ്ടി രാഹുൽ ഒതുങ്ങിയാൽ അവിടെ ഷാഫി ഒതുങ്ങുമെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ചെയ്യുന്ന ആളുകളുണ്ടാവും. കാരണം ഷാഫി പറമ്പിലിന് ഇപ്പോൾ വായി തുറക്കാൻ പറ്റുന്നില്ലല്ലോ. കാരണം ശിഷ്യനാണ്, ചെയ്യാൻ പറ്റുന്നില്ല. ഷാഫിക്ക് എന്ത് ചെയ്തു, എന്ത് പഴിച്ചു, ഒന്നും ചെയ്യാൻ, ഇതുപോലെയുള്ള കാര്യങ്ങൾ സ്വന്തം വീട്ടുകാർ പോലും അറിയാതെ ചെയ്യുന്നുണ്ട്. മക്കൾ ചെയ്യുന്നില്ലേ, പെൺകുട്ടികൾ ചെയ്യുന്നില്ലേ, അച്ഛനും അമ്മയും അറിയാതെ ചെയ്യുന്നില്ലേ. എന്തിനിപ്പോൾ ഭർത്താവ് അറിയാതല്ലേ ഈ പെൺകുട്ടി ഇത്രയും കൊള്ളരുതായ്മ ചെയ്തത്. ഇനി ഭർത്താവായിട്ട് വഴക്കിട്ട് വീട്ടിൽ വന്നിരിക്കുകയാണെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിലും വീട്ടുകാരറിയാതെയല്ലേ ഈ കാര്യങ്ങൾ ചെയ്തത്. അതുകൊണ്ട് ഷാഫി പറമ്പിൽ ഷാഫിക്ക് അറിയാതെ ഇത് നടക്കില്ല എന്നൊക്കെ പറയുന്നത് തെമ്മാടിത്തരം, തെണ്ടിത്തരമാണ്. അതിനൊക്കെ പറയുന്നവർക്ക് മറുപടി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്നത് കേട്ടാൽ ഞാൻ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ തോന്നും ഞാൻ കോൺഗ്രസിൻ്റെ വലിയൊരു ഭക്തനാണെന്ന്. ഒരു കോൺഗ്രസിൻ്റെ ഭക്തനല്ല. നമുക്ക് ഷാഫിക്കിന് ഇഷ്ടം അത്രയേ ഉള്ളൂ, ബാക്കി ഒന്നും ഒരു കാര്യവുമില്ല. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, മറക്കല്ലേ. ഓക്കെ, ബൈ. സപ്പോർട്ട് ചെയ്യണേ.